24 ന്യൂസിന്റെ റിപ്പോർട്ടർ റൂബിൻ ലാലിനെതിരെ നടന്ന പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയ്ക്കിടയിൽ ഹാഷ്മി ഉന്നയിച്ച അതിഗുരുതരമായ ആരോപണം ഒന്ന് കേട്ടുനോക്കാം. റൂബിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ കവാടം കടക്കുമ്പോൾ അതാ റൂബിനെ ഒരു മുറിയിലേക്ക് നീക്കി വലിച്ചു കൊണ്ടുപോകുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇവരോട് ചോദിച്ചു, റൂബിൻ എന്തേ എന്നുള്ളതിന് ഒരു ഉത്തരവും അവർ പറഞ്ഞില്ല. റൂബിൻ അറസ്റ്റ് ചെയ്തോ? ഉത്തരമില്ല. ഈ പാവം സഹോദരൻ ആ പോലീസുകാരോട് ഒന്ന് കാണാൻ സാധിക്കുമോ? എനിക്ക് സംശയമുണ്ട്. ആ രാത്രി എന്താണ് നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്താതെ തല്ലിക്കൊന്ന് കുഴിച്ചിടാനായിരുന്നോ പ്ലാൻ എന്നെനിക്ക് സംശയമുണ്ട്. കാര്യം ഞങ്ങളുടെ റിപ്പോർട്ടർമാർ വിളിക്കുന്നുണ്ട്, ഈ പോലീസ് മിണ്ടുന്നില്ല, ആ പോലീസ് ഫോൺ എടുക്കുന്നില്ല. സിഐ വിളിക്കുമ്പോൾ സിഐ ഹലോ 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 എന്ന് പറഞ്ഞു വെക്കുകയാണ്. തല്ലിക്കൊന്ന് കുഴിച്ചു മൂടാൻ പ്ലാൻ ഉണ്ടായിരുന്നു സംശയമുണ്ട്. രാജന്റെ മാതൃകയിൽ റൂബിൻ ജക്സേ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ സഹോദരനും ഞാനും കൂടി ആ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് കടന്ന് ചെന്ന് അവിടെ ഞങ്ങൾ ആ മിന്നായം പോലെ ആ റൂബിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പരാതി കൊടുക്കും, ആ പരാതി ഇവർ സ്വീകരിക്കും, റെസീറ്റും തരും, എന്നിട്ട് പോയിക്കൊള്ളാൻ പറയും. ആ രാത്രി എന്തുണ്ടാകുമെന്നുള്ളത് യാതൊരു സംശയമില്ല. എവിടെയെങ്കിലും പുഴത്തീരങ്ങളിലോ എവിടെയെങ്കിലും ഒക്കെ ഈ റൂബിൻ ലാൽ എന്ന് പറയുന്ന പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന, ആദിവാസികളെ സ്നേഹിക്കുന്ന ആ പാവൻ ചെറുപ്പക്കാരന്റെ ജഡമെങ്കിലും കിട്ടുമോ എന്ന് ഭയമുണ്ട്. ഇനി റൂബിൻ ലാലിന്റെ സുഹൃത്ത് ജെക്സിനോടൊരു വാക്ക്. തക്ക സമയം പോലീസ് സ്റ്റേഷനിലെത്തി റൂബിൻ ലാലിന്റെ മരണത്തിൽ നിന്നും രക്ഷിച്ച താങ്കളോട് റൂബിൻ ലാലിന്റെ കുടുംബം മാത്രമല്ല, റൂബിൻ ലാൽ എന്ന ചങ്കുറപ്പുള്ള മാധ്യമ പ്രവർത്തകനെ സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികളും കടപ്പെട്ടിരിക്കുന്നു.